lithography. For that, mainly we are using two techniques: photolithography and electron beam lithography. Okay, then photolithography last class discuss ചെയ്തു. Photolithographic sequence മിക്കവാറും എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ഓർത്തേക്കണം. photolithographic sequence സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് ആ ഒരു 10 സ്റ്റെപ്സിലായിട്ട് പ്രോസസ്സ് കാണിച്ചിട്ടുണ്ട് വിത്ത് ഡയഗ്രാംസ്. നിങ്ങൾ photolithographic sequence ചോദിച്ചാൽ ഓരോ സ്റ്റെപ്പും ആ ഓരോ സ്റ്റെപ്പിൽ എന്തൊക്കെയാണ് ഉണ്ടാവുന്നതെന്ന് കാണിക്കുന്ന ഡയഗ്രാംസ് വിത്ത് ഡയഗ്രാംസ് അത് എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, സോ photolithographic sequence ഓക്കെ അല്ലേ? സോ ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ ഒരു we are creating a hard copy that is called mask, hard copy of pattern that is called mask. Then align it with the silicon wafer and then transfer the pattern into the photoresist. Photoresist in the case of that is light sensitive material. Okay, that is on exposure to light it will change its properties. അത് പോസിറ്റീവ് റെസിസ്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും, സോഫ്റ്റൻ ആവും. നെഗറ്റീവ് റെസിസ്റ്റ് ആണെങ്കിൽ ഹാർഡ് ആവും. അക്കോർഡിംഗ്ലി അപ്പൊ നമ്മൾ ഏത് റെസിസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത് കറസ്പോണ്ടിംഗ്ലി ആ പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യും. സോ നമ്മുടെ പാറ്റേൺ എന്ത് ചെയ്യും, ഫോട്ടോ റെസിസ്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ദെൻ വി ക്യാൻ ട്രാൻസ്ഫർ ഇറ്റ് ഇൻ ടു ദ വേഫർ. ഓക്കെ, പ്രോസസ്സ് ഒന്ന് ഓർക്കുക. നൗ നെക്സ്റ്റ് മെത്തേഡ് ഇസ് ഇലക്ട്രോൺ ബീം ലിത്തോഗ്രഫി. സോ ഇവിടെ നമ്മൾ ഫോട്ടോലിത്തോഗ്രഫി ബട്ട് കോമൺലി യൂസ് ചെയ്യുന്നത് ഫോട്ടോലിത്തോഗ്രഫി ആണ് കേട്ടോ. മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന ലിത്തോഗ്രഫി ടെക്നിക്ക് ഫോട്ടോലിത്തോഗ്രഫി ആണ്. അതുകൊണ്ട് നിങ്ങളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഫോട്ടോലിത്തോഗ്രഫി ആണ് കേട്ടോ. എക്സാമിനും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത് ഫോട്ടോലിത്തോഗ്രഫി ആണ്. നെക്സ്റ്റ് ഇലക്ട്രോൺ ബീം ലിത്തോഗ്രഫി ആണ് നെക്സ്റ്റ് ടെക്നിക്ക്. സോ ഫോട്ടോലിത്തോഗ്രഫിയിൽ മെയിൻ ആയിട്ടുള്ള ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ദ സൈസ് ഓഫ് സ്മോളസ്റ്റ് ഫീച്ചേഴ്സ് ദാറ്റ് ക്യാൻ ബി റിട്ടേൺ ഇൻ ടു ദ IC. ഇപ്പൊ ICന്റെ കേസിൽ നിങ്ങൾക്ക് അറിയാം, IC എന്ന് പറയുന്നത് തന്നെ നമ്മളൊരു മിനിയേച്ചറൈസേഷൻ കോൺസെപ്റ്റിലാണ് ICയിലേക്ക് മൂവ് ചെയ്തത്. അല്ലെ, ഡിസ്ക്രീറ്റ് കമ്പോണൻസിന് ICയിലേക്ക് മൂവ് ചെയ്തത് തന്നെ ആ ഒരു മിനിയേച്ചറൈസേഷൻ എന്നുള്ള കൺസെപ്റ്റ് ആണ്. അതിൽ തന്നെ നിങ്ങൾ ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ, മീഡിയം സ്കെയിൽ ഇന്റഗ്രേഷൻ, വെരി ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ. അപ്പൊ നമുക്ക് ഒരു പെർട്ടിക്കുലർ സിംഗിൾ ICയിൽ എത്ര നമ്പർ ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് ആഡ് ചെയ്യാൻ പറ്റുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഇത് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് ഇൻക്രീസ് ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, വി ക്യാൻ റിഡ്യൂസ് ദ സൈസ് ഓഫ് ദ ഡിവൈസ്. ഓക്കെ, അല്ലെങ്കിൽ ICയിൽ എത്രയും ചെറിയ ICയിൽ മാക്സിമം സർക്യൂട്ട്സ് ഇൻക്ലൂഡ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നിങ്ങളുടെ ഓരോ കമ്പോണൻസും ഓരോ ഡിവൈസും എന്തായിരിക്കണം, എത്ര നമുക്ക് സ്മോളസ്റ്റ് സൈസ് ആക്കാൻ പറ്റും അത്രയും സ്മോളർ സൈസ് ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഈ ഫോട്ടോലിത്തോഗ്രഫിയിൽ യൂസ് ചെയ്യുമ്പോൾ ദ സ്മോളസ്റ്റ് ഫീച്ചർ ദാറ്റ് ക്യാൻ ബി റിട്ടേൺ. ഈ സ്മോളസ്റ്റ് സൈസ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട കാര്യം നമ്മൾ ട്രാൻസിസ്റ്ററിന്റെ ലെങ്ത്, വിഡ്ത്ത് ഇങ്ങനെയൊക്കെയാണ് അതിന്റെ സൈസ് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ സ്മോളസ്റ്റ് ഫീച്ചർ ദാറ്റ് ക്യാൻ ബി റിട്ടേൺ ഓൺ ആൻ IC wafer is depends upon the wavelength of light used in photolithography. ഫോട്ടോലിത്തോഗ്രഫിയിൽ നമ്മൾ എക്സാമ്പിളിൽ UV ലൈറ്റിന് എക്സ്പോസ് ചെയ്യുന്ന പറഞ്ഞല്ലേ, ഓർ വി ക്യാൻ യൂസ് വിസിബിൾ ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ആ വേവ് ലെങ്ത്തിന് കറസ്പോണ്ടിങ് ആയിട്ട്, സോ വേവ് ലെങ്ത് സ്മോൾ ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അത്രയും സ്മോൾ ഫീച്ചർ നമുക്ക് റൈറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, വേവ് ലെങ്ത് ഹൈ ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ നമ്മുടെ ഡിവൈസിന്റെ, നമ്മുടെ ഒരു കമ്പോണന്റിന്റെ സൈസും ഇൻക്രീസ് ചെയ്യും, അതിനകത്ത് റൈറ്റ് ചെയ്യാൻ പറ്റുന്നത്. സോ ഇവിടെ മെയിൻലി നമുക്ക് അവിടെ വരുന്ന ഒരു ലിമിറ്റേഷൻ, ഇൻ ദ കേസ് ഓഫ് ഫോട്ടോലിത്തോഗ്രഫി മെയിൻലി വരുന്ന ഒരു ലിമിറ്റേഷൻ ആണ് ദാറ്റ് വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്. സോ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് കമ്പാരേറ്റീവ്ലി ലാർജ് ആണ്, സ്മോൾ ആണ്. ബട്ട് നമ്മൾ ഈ ഒരു കമ്പോണന്റ് സൈസ് വെച്ച് പറയുമ്പോൾ നമുക്കിപ്പോൾ ഒരു 0.1 മൈക്രോമീറ്റർ അങ്ങനെയുള്ള മൈക്രോമീറ്റർ റേഞ്ചിലുള്ള മെഷേഴ്സ് ആണ് ഇവിടെ IC ഫാബ്രിക്കേഷനിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ മൈക്രോമീറ്റർ റേഞ്ചിലുള്ള മെഷേഴ്സ് വരുമ്പോഴേക്കും എന്തായിരിക്കും, ഈ വേവ് ലെങ്ത് കമ്പയർ ചെയ്യുമ്പോൾ ആ ഫീച്ചർ സൈസ്, ഓക്കെ, ഫീച്ചർ സൈസ് ഒരുവിധം ഹൈ ആയിരിക്കും. അപ്പൊ നമുക്ക് ഏറ്റവും സ്മോളസ്റ്റ് ഫീച്ചർ റൈറ്റ് ചെയ്യണമെങ്കിൽ ദ വേവ് ലെങ്ത് ഷുഡ് ബി ലോ. ഓക്കെ, സോ ഫോട്ടോലിത്തോഗ്രഫി നമുക്ക് ആ ഒരു റീജിയനിൽ നമ്മുടെ UV അല്ലെങ്കിൽ വിസിബിൾ ലൈറ്റിൽ വേവ് ലെങ്ത് കമ്പാരേറ്റീവ്ലി ഹൈ ആണ്. ഏതിനെ കമ്പയർ ചെയ്യുമ്പോൾ, കമ്പയർഡ് ടു ദിസ് ഇലക്ട്രോൺ ബീം. ഓക്കെ, സോ ഇലക്ട്രോൺ ബീമിന്റെ വേവ് ലെങ്ത്തും നമ്മുടെ ആ ഒരു ലൈറ്റിന്റെ വിസിബിൾ ലൈറ്റ്, UV ലൈറ്റ് അതിന്റെയൊക്കെ വേവ് ലെങ്ത് കമ്പയർ ചെയ്യുമ്പോൾ വേവ് ലെങ്ത് ഓഫ് ഇലക്ട്രോൺ ബീം ഇസ് ലെസ്. ഓക്കെ, സോ അങ്ങനെ ലോ ആയിട്ട് വേവ് ലെങ്ത് ഉള്ള ഒരു ബീം യൂസ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ റെഡ്യൂസ് ദ സൈസ് ഓഫ് ദ കമ്പോണൻസ്. ഓക്കെ, സൈസ് ഓഫ് ദ കമ്പോണന്റ് ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞ എക്സാമ്പിളിൽ ഒരു ചെറിയൊരു ട്രാൻസിസ്റ്ററിന്റെ എമിറ്റർ റീജിയൻ ഫോം ചെയ്യുന്നു. അപ്പൊ അതിനൊരു മിനിമം സൈസ് നമുക്ക് ലൈറ്റ് വെച്ചിട്ടാണെങ്കിൽ ഉണ്ടാവുന്നതിനെക്കാട്ടിയും ചെറിയ സൈസിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇലക്ട്രോൺ ബീം യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഫീച്ചർ സൈസ് ക്യാൻ ബി റെഡ്യൂസ്ഡ്. സോ ദാറ്റ് വി ആർ ഗോയിങ് ഫോർ ഇലക്ട്രോൺ ബീം ലിത്തോഗ്രഫി. ഓക്കെ, സോ ഇൻ ഇലക്ട്രോൺ ബീം ലിത്തോഗ്രഫി, electron beam is used to scan and write the design directly on the wafer. ഈ ഡയറക്ട്ലി റൈറ്റ് ദ ഡിസൈൻ ഡയറക്ട്ലി ഓൺ ദ വേഫർ എന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രോൺ ബീം ലിത്തോഗ്രഫീന്റെ വൺ ഓഫ് ദ മെയിൻ അഡ്വാൻറ്റേജസ്
ഹിയർ വി നീഡ് നോട്ട് എ മാസ്ക്. നമുക്ക് ഹാർഡ് മാസ്ക്, ഒരു ഹാർഡ് കോപ്പി ആദ്യം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടല്ലോ. നമുക്ക് ഇവിടെ എന്താണ്, ഇറ്റ് ഡു നോട്ട് നീഡ് എ മാസ്ക്. ദാറ്റ് ഈസ് ആ ഒരു ഹാർഡ് കോപ്പി. ആ മാസ്ക് ഇല്ലാത്തതിലുള്ള വേറൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ മാസ്ക് ഒന്ന് ആ നമ്മുടെ പാറ്റേണിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഹാർഡ് കോപ്പി മാസ്ക് ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ ഒരു ഡിഫിക്കൽട്ടി. ദെൻ മോർ ഓവർ അതിന്റെ ആ ഒരു മാസ്ക് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത വേഫറിന്റെ മേലുള്ള അലൈൻമെന്റ്, കാരണം കറക്റ്റ് പൊസിഷനിൽ നമുക്ക് എന്ത് ചെയ്യണം, യു ഹാവ് ടു ഫാബ്രിക്കേറ്റ് ദ കമ്പണന്റ്. സോ ദാറ്റ് അലൈൻമെന്റ് ഇസ് ഡിഫിക്കൽട്ട്. ഓക്കെ, so that mask can be avoided in the case of electron beam lithography. Okay, ഫോട്ടോലിത്തോഗ്രഫിയിൽ നിങ്ങൾക്ക് ആ മാസ്ക് വേണം. മാസ്ക് കറക്റ്റ് ആയിട്ടുള്ള മെഷറിൽ ആ മാസ്ക് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ടാസ്ക് ആണ്. ദെൻ അതുകൂടാതെ എന്താണ്, അത് കറക്റ്റ് നമ്മുടെ വേഫറിൽ ഓരോ ലൊക്കേഷന് കറസ്പോണ്ടിങ് ആയിട്ട് അലൈൻ ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ്സ് ഓൾസോ ഡിഫിക്കൽട്ട്. സോ ആ രണ്ട് കാര്യങ്ങളും ഇവിടെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും, ബിക്കോസ് ഹിയർ ഇറ്റ് ഈസ് ഡയറക്റ്റ് റൈറ്റിംഗ്. അതെങ്ങനെയാണെന്നുള്ളത് പ്രോസസ്സ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വൈ ഇറ്റ് ഈസ് കോൾഡ് ഡയറക്റ്റ് റൈറ്റിംഗ്. ഈ ഒരു പോയിന്റ് ഓർക്കുക, വി ക്യാൻ use electron beam lithography. We are using electron beam to scan and write on the wafer directly. Okay, also we can achieve a higher resolution. Higher resolution means നേരത്തെ പറഞ്ഞ ആ ഒരു മിനിമം ഫീച്ചർ സൈസ് ആണ്. എത്ര ചെറിയ നമ്മൾ റെസൊല്യൂഷൻ എപ്പോഴും പറയുന്നത്, ഒരു ഡിവൈസിന്റെ റെസൊല്യൂഷൻ നിങ്ങൾ പറയുമ്പോൾ എന്താ പറയാ, ആ ഒരു ഡിവൈസ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സ്മോളസ്റ്റ് ക്വാണ്ടിറ്റി ആണ് അല്ലെ. അപ്പൊ അതേപോലെ എന്താണ്, ഹിയർ വി ക്യാൻ സേ എന്താ, ആ ഒരു ഇലക്ട്രോൺ ബീം ലിത്തോഗ്രഫി ആയിട്ട് നമുക്ക് റൈറ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് പാറ്റേൺ ചെയ്യാൻ പറ്റുന്ന ആ സ്മോളസ്റ്റ് സൈസ് ഓഫ് ദ ഡിവൈസ്. ദാറ്റ് ഈസ് അതാണ് എന്താ, അത്രയും ചെറിയ നമുക്ക്, അതായത് ഏറ്റവും മൈക്രോമീറ്റർ റേഞ്ചിൽ, ഫ്രാക്ഷൻ ഓഫ് മൈക്രോമീറ്റേഴ്സ് റേഞ്ചിൽ ഉള്ള ഡിവൈസ് ഇതിനകത്തേക്ക് പാറ്റേൺ ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് വൈ ഇറ്റ് ഈസ് കോൾഡ് ഹൈ റെസൊല്യൂഷൻ. ഓക്കെ, ഡിസഡ്വാൻറ്റേജസും ഉണ്ട്, അത് നമുക്ക് പറയാം. ഇപ്പം പറഞ്ഞതൊക്കെ അതിന്റെ നമ്മൾ ഫോട്ടോ ലിത്തോഗ്രഫിനെ കമ്പയർ ചെയ്യുമ്പോഴുള്ള അഡ്വാൻറ്റേജസ് ആണ്. ഓക്കെ, സോ ഡയറക്റ്റ് മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്ന ഒന്ന് ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ജോമെട്രീസ് ലെസ് ദാൻ 1 മൈക്രോമീറ്റർ, അതായത് നിങ്ങൾക്ക് 0.1 മൈക്രോമീറ്റർ, 0.2 മൈക്രോമീറ്റർ, ആ ഒരു റേഞ്ചിലുള്ള ഡയമെൻഷൻസ് റൈറ്റ് ചെയ്യാം. ആൻഡ് ഇറ്റ് ഈസ് ഡയറക്റ്റ് റൈറ്റിംഗ്. ഡയറക്റ്റ് റൈറ്റിംഗ് മീൻസ് നോ നീഡ് ഓഫ് മാസ്ക്. ഓക്കെ, അപ്പൊ മാസ്ക് ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു ടാസ്കിൽ, അതേപോലെ അത് അലൈൻമെന്റ്, മാസ്ക് അലൈൻമെന്റ് ആണ് ആക്ച്വലി മോസ്റ്റ് ഡിഫിക്കൽട്ട് ടാസ്ക്. ഐ സി ഫാബ്രിക്കേഷന്റെ മോസ്റ്റ് ഡിഫിക്കൽട്ട് ടാസ്ക് എന്ന് പറഞ്ഞാൽ മാസ്ക് അലൈൻമെന്റ്, സോറി ലിത്തോഗ്രഫി പ്രോസസ്സിൽ മോസ്റ്റ് ഡിഫിക്കൽട്ട് ടാസ്ക് എന്ന് പറയുന്നത് ആ മാസ്ക് അലൈൻമെന്റ് ആണ്. ഓക്കെ, സോ കറക്റ്റ് നിങ്ങൾക്ക് അത് ആലോചിച്ചതിന് മനസ്സിലാവും, ആ അലൈൻമെന്റ് കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഓരോ കമ്പോണന്റും സെപ്പറേറ്റ് ആയിട്ടൊന്നും കിട്ടൂല, ഒന്നിന്റെ മേലെ ഒന്നൊക്കെ ആയി പോകും. ഓക്കെ, അപ്പൊ ആ മാസ്ക് അലൈൻമെന്റ് ഡിഫിക്കൽട്ട് ആണ്. സോ നമുക്ക് ഡയറക്റ്റ് റൈറ്റിംഗ് ആയതുകൊണ്ട് ഹാർഡ് കോപ്പിന്റെ പ്രിപ്പറേഷൻ ആൻഡ് മാസ്ക് അലൈൻമെന്റ് ഇവിടെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ഓട്ടോമേഷൻ. ഓട്ടോമേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ യൂസിങ് എ കമ്പ്യൂട്ടർ കൺട്രോൾ ഫോർ റൈറ്റിംഗ് ദ പാറ്റേൺ. ഓക്കെ, കമ്പ്യൂട്ടർ കൺട്രോൾ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഗ്രേറ്റർ ഡെപ്ത് ഓഫ് ഫോക്കസ്, നമുക്ക് എത്രമാത്രം കറക്റ്റ് ലൊക്കേഷനിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. അത് ഇലക്ട്രോൺ ബീം ആണെങ്കിൽ നമുക്ക് എന്തായിരിക്കും, ആ വേവ് ലെങ്ത് ലോ ആയതുകൊണ്ട് തന്നെ മാക്സിമം ഫോക്കസ് കിട്ടും. ഓക്കെ, ദീസ് ആർ ദ മെയിൻ ഫീച്ചേഴ്സ്. നൗ കമ്മിങ് ടു ദ ഡയഗ്രാം. ഇലക്ട്രോൺ ബീം ലിത്തോഗ്രഫിന്റെ സെറ്റപ്പ് ആണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഡയഗ്രാം കോപ്പി ചെയ്ത് വെക്ക്. അതിനകത്ത് we can see the system consists of electron sources, lenses, and reflector coils to scan the beam on the surface. Okay, so just copy down the diagram. ഒന്ന് ഡയഗ്രാം കോപ്പി ചെയ്ത് പാർട്സ് ഒന്ന് മാർക്ക് ചെയ്യാം. Electron gun in order to emit the electron beam. Okay, and there are alignment coil. വായിക്കാൻ പറ്റുന്നില്ലേ ഡയഗ്രത്തിലുള്ളത്? അലൈൻമെന്റ് കോയിൽ, then first condenser lens, blanking plates, second condenser lens, limiting aperture, final lens and coils.
ഡയഗ്രാം കോപ്പി ചെയ്തോ? തൽക്കാലം പെൻസിൽ കൊണ്ടൊന്ന് റഫായിട്ട് വരച്ചാൽ മതി. പിന്നെ നിങ്ങൾ PPT ഷെയർ ചെയ്യുന്ന സമയത്ത് നീറ്റായിട്ട് വരച്ചാൽ മതി. ഓക്കെ, അപ്പൊ അതിനുള്ള പാർട്സ് എന്തൊക്കെയാണെന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ജസ്റ്റ് ഒന്ന് ഡയഗ്രാം വരച്ചു വെക്കും. ഓക്കെ, സോ ദിസ് ഇലക്ട്രോൺ ഗൺ വരച്ചോ? എല്ലാവരും വരച്ചു കഴിഞ്ഞോ? റഫ് സ്കെച്ചെങ്കിലും വരച്ചോ? Okay, so we have an electron gun which produce the electron beam. So നമ്മൾ using electron beam directly write ചെയ്യുന്ന പ്രോസസ് ആണെന്ന് പറഞ്ഞല്ലോ. Electron beam lithography, we are using electron beam in order to directly write on the wafer. Okay, so we have an electron gun that emit the electron beam. Then അതിന്റെ താഴെ കാണിക്കുന്ന എല്ലാം, that is alignment coil, first condenser lens, blanking plate, second condenser lens, limiting aperture, final lens and coils. These all are used to scan and focus the electron beam onto the wafer. Okay, so complete for the purpose of scanning and focus. Okay, for scanning and focus the electron beam to the wafer. അത് കംപ്ലീറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ലെൻസിന്റെ ഒക്കെ പാർട്ട് കംപ്ലീറ്റ് കമ്പ്യൂട്ടർ കൺട്രോൾ ഉണ്ടല്ലേ. ഹിയർ വി ഹാവ് എ കമ്പ്യൂട്ടർ കൺട്രോൾ. സോ അതൊക്കെ എന്താണ്, നമുക്ക് കറക്റ്റ് ആയിട്ട് ഏത് ലൊക്കേഷനിലാണ് പാറ്റേൺ വരേണ്ടത്, അതൊന്ന് ഓട്ടോമേഷൻ ആണെന്ന് പറഞ്ഞു. ഓക്കെ, സോ വി കംപ്ലീറ്റ് കമ്പ്യൂട്ടർ കൺട്രോൾ ഉണ്ട്. സോ അത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കമ്പ്യൂട്ടർ കൺട്രോൾ വെച്ചിട്ട് ഈ എല്ലാ കോയിൽസും ലെൻസസും നിങ്ങൾക്ക് അലൈൻ ചെയ്യാം. അതായത് നമ്മുടെ സിലിക്കൺ വേഫറിൽ ഏത് ലൊക്കേഷനിലാണ് എത്ര സൈസിലാണ് നമുക്ക് പാറ്റേൺ റൈറ്റ് ചെയ്യേണ്ടത്, കറസ്പോണ്ടിങ്ലി എന്ത് ചെയ്യാൻ പറ്റും. To scan and focus the electron beam, we are using these lenses and coils. Okay, so ഈ lenses coils എല്ലാം യൂസ് ചെയ്യുന്നത് in order to scan and focus the beam into the wafer. Okay, now we have a pattern generator. Okay, so നമുക്ക് റൈറ്റ് ചെയ്യേണ്ട പാറ്റേൺ, നേരത്തെ നമ്മൾ ആ മാസ്ക് ഒക്കെ ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു, അതിന് പകരം ഇവിടെ എന്ത് ചെയ്യാം, നമുക്കൊരു പാറ്റേൺ ജനറേറ്റർ ഉണ്ട്, ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു ദ കമ്പ്യൂട്ടർ. സോ നമുക്ക് റൈറ്റ് ചെയ്യേണ്ട പാറ്റേൺ, ഫോർ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇവിടെ ഒരു N വേണം, ഇതുപോലെ ഒരു ട്രാൻസിസ്റ്റർ ഒക്കെ ആണെങ്കിൽ ഇവിടെ MOSFET ആണെങ്കിൽ ഇതുപോലെ 2 N റീജിയൻസ് വേണം. അപ്പൊ ഇതുപോലുള്ള ഒരു പാറ്റേൺ. സോ ഈ പാറ്റേൺ വിത്ത് ദാറ്റ് ഡയമെൻഷൻ, ലൊക്കേഷൻ, സൈസ് എന്ത് ചെയ്യും, കംപ്ലീറ്റ് കമ്പ്യൂട്ടറിലേക്ക് ഫീഡ് ചെയ്യും. ഓക്കെ, then that computer control the entire process. Okay, now wafer bottom സൈഡിലേക്ക് ഒന്ന് നോക്കുക. There is a mechanical stage upon which the substrate is placed. Substrate means our silicon wafer. Okay, അപ്പൊ നിങ്ങൾ ഏത് വേഫറിലേക്കാണ് ഈ പാറ്റേൺ ചെയ്യാൻ പോകുന്നത്, that wafer is placed on a mechanical stage. That mechanical stage means it is movable. That is also അതും കമ്പ്യൂട്ടർ കൺട്രോളിന്റെ അണ്ടറിൽ വരുന്നതാണ്, അതിന്റെ മൂവ്മെന്റും കൂടെ. ഓക്കെ, ആ മെക്കാനിക്കൽ സ്റ്റേജ് മൂവബിൾ ആണ്. എന്തിനാണെന്ന് നമുക്ക് പറയാം. There is a movable mechanical stage upon which the substrate is placed. Okay, then above the substrate there is an electron resist coating. നമ്മൾ ഫോട്ടോലിത്തോഗ്രഫിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഫോട്ടോലിത്തോഗ്രഫിയിൽ വി ആർ കോട്ടിംഗ് വിത്ത് ഫോട്ടോ റെസിസ്റ്റ് ലെയർ അല്ലെ. ആ വേഫർ എന്ത് ചെയ്യുന്നുണ്ട്, ഫോട്ടോ റെസിസ്റ്റ് ലെയർ വെച്ച് കോട്ട് ചെയ്യുന്നുണ്ട്. ഹിയർ ഇൻസ്റ്റെഡ് ഓഫ് ഫോട്ടോ റെസിസ്റ്റ് വി ആർ യൂസിങ് ഇലക്ട്രോൺ റെസിസ്റ്റ്. സോ നേരത്തെ ഫോട്ടോലിത്തോഗ്രഫിയിൽ ഫോട്ടോ റെസിസ്റ്റിന്റെ റോൾ എന്താണോ, the same role is here for electron resist. That is, photolithography എന്തായിരുന്നു, on exposure to light the properties will change അല്ലെ. Similarly here the properties of electron resist material changes when it is exposed to electron beam. അതായത് അതിനകത്ത് സബ്സ്ട്രേറ്റിൽ ഇലക്ട്രോൺ കണക്ഷൻ ലോസ് ആയിരുന്നു. കുഴപ്പമില്ലല്ലോ, കേൾക്കാവോ? ഇല്ല, ഇത് കട്ടായി ഓഡിയോ. ഇപ്പൊ ഓഡിയോ കട്ടായി. ഇപ്പൊ ഓക്കെ അല്ലേ? ആ ഇപ്പൊ ഓക്കെ. സോ നോക്ക്, ഈ ഒരു പ്രോസസ്സിൽ എന്താ പറഞ്ഞതാണ്, വി ഹാവ് എ മെക്കാനിക്കൽ സ്റ്റേജ്, മൂവബിൾ മെക്കാനിക്കൽ സ്റ്റേജ് upon which substrate is placed.
ആൻഡ് ദർ ഇസ് എൻ ഇലക്ട്രോൺ റെസിസ്റ്റ് കോട്ടിംഗ്. ഓക്കെ, ഇലക്ട്രോൺ റെസിസ്റ്റ് കോട്ടിംഗ് നേരത്തെ പറഞ്ഞത് എന്താണ്? ഓൺ എക്സ്പോഷർ ടു ഇലക്ട്രോൺ ബീം ദ പ്രോപ്പർട്ടീസ് വിൽ ചേഞ്ച്. സോ ഈ ഇലക്ട്രോൺ റെസിസ്റ്റിന്റെ കേസിലും നമ്മൾ ഫോട്ടോ റെസിസ്റ്റിന്റെ കേസിൽ പറഞ്ഞതുപോലെ പോസിറ്റീവ് റെസിസ്റ്റും നെഗറ്റീവ് റെസിസ്റ്റും ഉണ്ട്. ഓക്കെ, പോസിറ്റീവ് റെസിസ്റ്റ് ഉണ്ട്, നെഗറ്റീവ് റെസിസ്റ്റ് ഉണ്ട്. ദാറ്റ് ഈസ് ഇലക്ട്രോൺ ബീമിനെ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇഫ് ഇറ്റ് ഈസ് ഗെറ്റ് സോഫ്റ്റൻഡ് ഇറ്റ് ഈസ് പോസിറ്റീവ് റെസിസ്റ്റ്. ഓക്കെ, ഇനി എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇഫ് ഇറ്റ് ബിക്കം ഹാർഡൻസ് ഇറ്റ് ഈസ് നെഗറ്റീവ് റെസിസ്റ്റ്. ഫോട്ടോ റെസിസ്റ്റിന്റെ സെയിം കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ പോസിറ്റീവ് റെസിസ്റ്റും ഉണ്ട്, നെഗറ്റീവ് റെസിസ്റ്റും ഉണ്ട്. അവിടെ ലൈറ്റ് സെൻസിറ്റീവ് ആണെങ്കിൽ ഇവിടെ ഇലക്ട്രോൺ ബീം സെൻസിറ്റീവ് മെറ്റീരിയൽ പോളിമേഴ്സ് ആണ് സാധാരണ യൂസ് ചെയ്യുന്നത് ഇലക്ട്രോൺ റെസിസ്റ്റ് ആയിട്ട്. ഓക്കെ, ദാറ്റ് ഈസ് സെൻസിറ്റീവ് ടു ഇലക്ട്രോൺ ബീം. ഓക്കെ, സോ ഇലക്ട്രോൺ ബീം എക്സ്പോസ് ചെയ്താൽ ദാറ്റ് പ്രോപ്പർട്ടീസ് വിൽ ചേഞ്ചസ്. ഓക്കെ, ഓൺ എക്സ്പോഷർ ടു ഇലക്ട്രോൺ ബീം if it becomes softens it is positive for electron resist, and for the case of negative electron resist that resist become hardened. Okay, so these are the parts of electron beam lithography. നിങ്ങളുടെ പ്രോസസ്സിനുള്ള ചെയ്യാനുള്ള പാർട്സ് ഇത്രയാണ് വരുന്നത്. സോ ഇതിൽ നമ്മുടെ പ്രോസസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ വി ഹാവ് എ പാറ്റേൺ. ഓൾറെഡി പറഞ്ഞു പാറ്റേൺ ജനറേറ്ററിൽ വി ഹാവ് എ പാറ്റേൺ ആൻഡ് there is a computer control. Then according to the pattern the electron beam is focused on the substrate and scanned over it. Okay, so lenses alignment coils ഒക്കെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? We are focusing and scanning the electron beam on the wafer according to the pattern. Okay, so ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ depending upon the pattern the electron beam is on or off ആണ് ചെയ്യുന്ന പ്രോസസ്. അതാണ്, അതായത് സ്കാൻ ചെയ്യും, ഫോക്കസ് ചെയ്യും. Then according to our pattern electron beam is on or off. That is നമുക്കിപ്പം ഈ ഒരു പാറ്റേൺ ആണെങ്കിൽ ഈ ഒരു പാറ്റേൺ ആണ് എനിക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് എന്ത് വേണം? ഇത്രയും റീജിയൻസ് ഇവിടുന്ന് റിമൂവ് ചെയ്യണം അല്ലെ. ഇവിടെ രണ്ടിടത്ത് നേരത്തെ ഫോട്ടോലിത്തോഗ്രഫി പറഞ്ഞ പോലെ ഈ രണ്ട് റീജിയൻസിൽ ഓപ്പണിങ്സ് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, ഈ ഡിഫ്യൂഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇംപ്യൂരിറ്റീസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഓപ്പണിങ്സ് പ്രൊവൈഡ് ചെയ്യണം അല്ലെ. അപ്പൊ ഈ റീജിയൻ ഫോർ എക്സാമ്പിൾ ഞാൻ പോസിറ്റീവ് ഫോട്ടോ റെസിസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ റീജിയൻ എന്ത് ചെയ്യണം? സോഫ്റ്റ് ആവണം അല്ലെ. അതേപോലെ ഈ റീജിയനും സോഫ്റ്റ് ആവണം. അപ്പൊ നമ്മുടെ ഇവിടെ ഇലക്ട്രോൺ ബീമിന് എന്ത് ചെയ്യണം? പോസിറ്റീവ് ഫോട്ടോ റെസിസ്റ്റ് ആണെങ്കിൽ ഈ റീജിയൻസ് എക്സ്പോസ് ചെയ്യണം അല്ലെ. അല്ലെങ്കിൽ എന്തായിരിക്കണം? ഈ റീജിയനിൽ ഇലക്ട്രോൺ ബീംസ് ഫോക്കസ് ചെയ്യണം. ബാക്കിയുള്ള റീജിയൻസിൽ എന്താവാൻ പാടില്ല? ഇലക്ട്രോൺ ബീംസ് ഫോളോ ചെയ്യാൻ പാടില്ല. സോ അക്കോർഡിംഗ്ലി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോൺ ബീം ഓണും ഓഫും ചെയ്യുന്നത്. ദാറ്റ് ഈസ് നമ്മുടെ സബ്സ്ട്രേറ്റ് ഒരു മെക്കാനിക്കൽ സ്റ്റേജിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ പറഞ്ഞു മൂവബിൾ ആണ്. ഓക്കെ, അപ്പൊ മൂവബിൾ ആണ്. സോ ഇത് ഈ ഒരു മെക്കാനിക്കൽ സ്റ്റേജ് മൂവ് ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ ബീമിന്റെ അണ്ടറിൽ ഒരു നമ്മുടെ ഈ ഒരു വേഫറിന്റെ ഈ ഓരോ റീജിയൻ ആയിട്ട് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഈ ബെഞ്ച് മൂവ് ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതിങ്ങനെ മൂവ് ചെയ്യും. ഓക്കെ, അങ്ങനെ മൂവ് ചെയ്തിട്ട് ഈ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നമുക്ക് സോഫ്റ്റൻ ചെയ്യേണ്ട റീജിയൻ എത്തി. അപ്പൊ എന്ത് ചെയ്യാം? അവിടെ ഇലക്ട്രോൺ ബീം ഓൺ ചെയ്യും. ഓക്കെ, അപ്പൊ ഇത്രയും എത്തുന്നവരെ എന്ത് ചെയ്യും? ഇലക്ട്രോൺ ബീം ഓൺ ആയിരിക്കും. ഈ പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നമുക്ക് ഇതിന്റെ അപ്പുറത്തേക്ക് ആവശ്യമില്ല അല്ലെ. അപ്പൊ എന്ത് ചെയ്യാം? ബീം ഓഫ് ചെയ്യാം. അപ്പൊ ഈ റീജിയനിലൊന്നും എന്ത് ചെയ്യില്ല? ദാറ്റ് വിൽ നോട്ട് എക്സ്പോസ് ടു ദ ഇലക്ട്രോൺ ബീം. അതായത് ഈ മിഡിലുള്ള റീജിയൻ എന്ത് ചെയ്യില്ല? ഇലക്ട്രോൺ ബീമിനെ എക്സ്പോസ് ചെയ്യില്ല. ദെൻ എഗൈൻ ഇതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യും? ഇലക്ട്രോൺ ബീം ഓൺ ചെയ്യും. ഓക്കെ, ദെൻ ഓൺ ചെയ്ത് ഇത്രയും പൊസിഷനിലേക്ക് എന്ത് ചെയ്യും? ബീം ഫോക്കസ് ചെയ്യും. ദെൻ അഗൈൻ ഈ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ ഓഫ് ദ ഇലക്ട്രോൺ ബീം. അതൊരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. സോ അക്കോർഡിംഗ് ടു അവർ പാറ്റേൺ നമുക്ക് ഏതൊക്കെ റീജിയൻസ്, ഇപ്പം പോസിറ്റീവ് റെസിസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ റീജിയൻസിൽ എന്ത് ചെയ്യും? ബീം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ സോഫ്റ്റ് ആവും. ഓക്കെ, സോ പോസിറ്റീവ് റെസിസ്റ്റ് ആണ് യൂസ് ചെയ്തതെങ്കിൽ നമുക്ക് ഏതൊക്കെ റീജിയൻ ആണോ ഓപ്പൺ ചെയ്യേണ്ടത്, പാറ്റേൺ ചെയ്യേണ്ടത്, ആ റീജിയൻ എത്തുമ്പോൾ എന്ത് ചെയ്യും? ഇലക്ട്രോൺ ബീം ബിക്കം ഓൺ. അത് ഓൺ ചെയ്യും. ദാറ്റ് ഈസ് ഇലക്ട്രോൺ ബീം ഫോളോ ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് ഒന്നും ചെയ്യേണ്ടാത്ത റീജിയൻ ആണെങ്കിൽ നേരത്തെ നമ്മൾ മാസ്ക് വെച്ചിട്ട് കവർ ചെയ്ത് വെക്കുക ചെയ്തത്, അല്ല നമുക്ക് ഒന്നും ചെയ്യണ്ടെങ്കിൽ പ്രൊട്ടക്ട് ചെയ്ത് വെക്കുക ചെയ്ത്, അതിന് പകരം ഇവിടെ എന്ത് ചെയ്യും? ബീം ഓഫ് ചെയ്യും. ബീം ഓഫ് ചെയ്ത് എന്താണ്? ആ റീജിയൻസ് ബീമിനെ എക്സ്പോസ് ചെയ്യൂല. ഓക്കെ, സോ അക്കോർഡിംഗ് ടു അവർ പാറ്റേൺ ദിസ് ഇലക്ട്രോൺ ബീം ടേൺസ് ഓൺ ഓർ ഓഫ്. ഓക്കെ, അപ്പൊ ഇലക്ട്രോൺ ബീം എപ്പോഴാണോ ഓൺ ചെയ്യുന്നത് ആ ഒരു റീജിയനിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ബീം ഫോളോ ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് റീജിയനിലുള്ള ഇലക്ട്രോൺ റെസിസ്റ്റന്റ് പ്രോപ്പർട്ടീസ് ചേഞ്ചസ്. ഓക്കെ, അപ്പൊ അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണെന്നുള്ള കറസ്പോണ്ടിങ് ആയിട്ട് തിരിച്ചും വരും കേട്ടോ. ഇപ്പൊ ഞാൻ നെഗറ്റീവ് റെസിസ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യാ? നമുക്ക് ഇവിടെ ഈ ഡോപ്പ് ചെയ്യേണ്ട റീജിയൻസിന് എന്ത് ചെയ്യാൻ പാടില്ല? ഇലക്ട്രോൺസ് ഫോളോ ചെയ്യാൻ പാടില്ല. ഓക്കെ, സോ അക്കോർഡിംഗ്ലി നമുക്ക് ഏത് റെസിസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട്
നമ്മുടെ പാറ്റേണിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇലക്ട്രോ റെസിസ്റ്റിന്റെ പ്രോപ്പർട്ടീസ് എവിടെയാണോ ചേഞ്ച് ചെയ്യേണ്ടത് ആ ഒരു ടൈം എത്തുമ്പോൾ എന്ത് ചെയ്യും, ഈ ബീം ഫോക്കസ് ചെയ്യും. അതർ ടൈമിൽ എന്തായിരിക്കും, ബീം വിൽ ബിക്കം ഓഫ്. ഓക്കെ, അപ്പൊ അതാണ് പറഞ്ഞത് ഇവിടെ ഈ ഒരു സ്കാൻ ഫീൽഡ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ചെറിയ റീജിയൻ ആണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ ഒരു ചെറിയ റീജിയൻ ആണ് സ്കാൻ ഫീൽഡ്. അല്ല, ഇതിന്റെ അണ്ടറിൽ വന്നാൽ മാത്രമേ ബീം ഫോളോ ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു മൂവബിൾ ബെഞ്ച് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അതൊരു XY ടേബിൾ നമുക്ക് പറയാം. ഈ കമ്പ്യൂട്ടർ കൺട്രോൾ യൂസ് ചെയ്തിട്ട് അതിനെ എങ്ങോട്ടേക്ക് വേണമെങ്കിലും ഹൊറിസോണ്ടൽ ഡയറക്ഷനിലോ അല്ലെങ്കിൽ അതായത് XY ഡയറക്ഷൻ, ഈ ഡയറക്ഷനിലോ അല്ലെങ്കിൽ ഈ ഒരു ഡയറക്ഷനിലോ, രണ്ട് ഡയറക്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ലെഫ്റ്റ് ഓർ റൈറ്റ് അല്ലെങ്കിൽ ഈ ഒരു ഡയറക്ഷനിലോ എന്ത് ചെയ്യാൻ പറ്റും, ആ ബെഞ്ച് മൂവ് ചെയ്തിട്ട് നമുക്ക് കറക്റ്റ് ഏതൊക്കെ പോയിന്റിലാണോ നമ്മുടെ പാറ്റേണിൽ ഇലക്ട്രോൺ ബീമിനെ എക്സ്പോസ് ചെയ്യേണ്ടത് ആ പാറ്റേൺ എത്തുമ്പോൾ മാത്രം എന്ത് ചെയ്യും, ബീം ഓൺ ചെയ്യും. ബാക്കിയുള്ള ടൈമിൽ ബീം ഓഫ് ആയിരിക്കും. ഓക്കെ, സോ നമ്മുടെ ഈ സ്കാൻ ഫീൽഡ് ഇത്രയും സ്മോൾ ആയതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് മൂവബിൾ ആക്കുന്നത്. ബിക്കോസ് ഓരോ റീജിയനിലും എല്ലാ റീജിയനിലും അല്ലെങ്കിൽ എന്ത് ചെയ്യണം, സബ്സ്ട്രേറ്റ് മൂവ് ചെയ്യണം. ഓക്കെ, ദെൻ ഈ ഒരു അലൈൻമെന്റ് ആൻഡ് എക്സ്പോഷർ പ്രോസസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേഫർ ക്ലീൻ ചെയ്തിട്ട് അതായത് നേരത്തെ പറഞ്ഞു നമുക്ക് അൺവാണ്ടഡ് പോർഷൻസ് റിമൂവ് ചെയ്യാം. ഇപ്പൊ സോഫ്റ്റൻ ചെയ്ത പാർട്ട് റിമൂവ് ചെയ്യുകയാണെങ്കിൽ എന്താ, ഇത്രയും പാർട്ട് സോഫ്റ്റൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാർട്ട് നമുക്ക് റിമൂവ് ചെയ്യാം. സോ വി ക്യാൻ ഒബ്റ്റെയിൻ ദ പാറ്റേൺ ഓൺ ദ വേഫർ. ഓക്കെ, ഇവിടെ മാസ്കിന്റെ നീഡില്ല, പറഞ്ഞ മനസ്സിലായോ? സോ ഒന്നുകൂടെ ആ പ്രോസസ് ഒന്ന് നോക്ക്. ദ ഇലക്ട്രോൺ ബീം ഈസ് ഫോക്കസ്ഡ് ഓൺ ദ സബ്സ്ട്രേറ്റ് and is scanned over it with computer control. Okay, that is electron beam is on or off depending upon the pattern to be written. Okay, so depending upon the pattern to be written, അല്ലെങ്കിൽ നമുക്ക് പറയാൻ യൂസ് ചെയ്യുന്ന നെഗറ്റീവ് റെസിസ്റ്റർ പോസിറ്റീവ് റെസിസ്റ്റർ ആണോ നെഗറ്റീവ് റെസിസ്റ്റർ ആണോ ഇതിനൊക്കെ കറസ്പോണ്ടിങ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഓൺ ഓഫും ചെയ്യുന്നത്. ഓക്കെ, സോ ദ വേപ്പർ സർഫേസ് is coated with electron beam resist. If electron beam is on, the e-resist changes its properties. If it is off, the e-resist does not irradiating, so it will not change the properties. And the substrate is placed on the XY table, which is movable. Since the scan field is very small, substrate is to be moved after each scan field. എന്നുവെച്ചാൽ അത്രയും നമ്മൾ ആ ഒരു ചെറിയൊരു ഏരിയയിലേക്കാണ് ബീം ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ടേബിള് മൂവബിൾ ആയിരിക്കണം എന്ന് പറയുന്നത്. XY ടേബിൾ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ, നമുക്ക് ഈ രണ്ട് ഡയറക്ഷനിലും, അതായത് ഈ ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്യാം, പിന്നെ വേഫർ അതേപോലെ പ്ലേസ് ചെയ്തിട്ടല്ല നമ്മളൊരു ക്രോസ് സെക്ഷനിലേ കാണുന്നുള്ളൂ, ഈ ഒരു ഡയറക്ഷനിലും എന്ത് ചെയ്യാൻ പറ്റും, മൂവ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഇസ് കോൾഡ് XY ടേബിൾ. So as I already said, E-beam resist can positive or negative resist. That is positive resist ആണെങ്കിൽ എന്താണ്, it will become softened, and negative resist ആണെങ്കിൽ it will become hardened on exposure to E-beam. And resistന്റെ കേസ് പറയുകയാണെങ്കിൽ resolution is better with positive E-beam resist but lower throughput. Throughput എന്ന് പറഞ്ഞാൽ ഈ number of wafers per unit time, നിങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ ചെയ്യാൻ പറ്റുന്ന number of wafer per unit time ആണ് ത്രൂപുട്ട് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് അതിന്റെ ഔട്ട്പുട്ട് തന്നെയാണ്. ഓക്കെ, സോ ദാറ്റ് വിൽ ബി ലെസ് ബട്ട് റെസൊല്യൂഷൻ ഇസ് ബെറ്റർ എന്ന് വെച്ചാൽ നമുക്ക് വെരി സ്മോൾ ഫീച്ചർ സൈസും കൂടെ ചെയ്യാൻ പറ്റുന്നത് പോസിറ്റീവ് റെസിസ്റ്റ് യൂസ് ചെയ്യുമ്പോഴാണ്. ഓക്കെ, ദ റെസിസ്റ്റ് പ്രൊട്ടക്ട് ദ പോർഷൻ ഓഫ് ദ വേഫർ ദാറ്റ് ലൈസ് ബിലോ ഇറ്റ് ഡ്യൂറിംഗ് എച്ചിങ് പ്രോസസ്. ആഫ്റ്റർ ഫൈനൽ പാറ്റേൺ ഇസ് ഒബ്റ്റെയിൻഡ്, ദ റിമൈനിങ് റെസിസ്റ്റ് ക്യാൻ ബി റിമൂവ്ഡ്. ഓക്കെ, ഇത്രയാണ് അതിന്റെ പ്രോസസ്സ് വരുന്നത്. പ്രോസസ്സ് ക്ലിയർ അല്ലേ? ഒന്നുകൂടെ നോക്ക്. ഇലക്ട്രോൺ ഗൺ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, വി ആർ ജനറേറ്റിംഗ് ദ ഇലക്ട്രോൺ ബീം. Then this alignment coils and lenses are used to scan and focus the electron beam to the wafer. Okay, so wafer endanu, we are placing the wafer on a mechanical stage which is movable, and on the substrate we are coating with the electron resist. So electron resist എന്ന് പറഞ്ഞാൽ എന്താണ്, upon exposure to electron beam it will changes its properties. So പോസിറ്റീവ് റെസിസ്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും, ഇലക്ട്രോൺ ബീമിനെ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ സോഫ്റ്റ് ആവും, നെഗറ്റീവ് റെസിസ്റ്റ് ആണെങ്കിൽ ഹാർഡ് ആവും. സോ അക്കോർഡിംഗ് ടു അവർ പാറ്റേൺ വി ആർ സ്വിച്ചിങ് ഓൺ ഓർ ഓഫ് ദ ഇലക്ട്രോൺ ബീം. ഓക്കെ, ഇലക്ട്രോൺ ബീം ഓൺ ചെയ്യും അല്ലെങ്കിൽ ഓഫ് ചെയ്യും അക്കോർഡിംഗ് ടു അവർ പാറ്റേൺ. കംപ്ലീറ്റ്ലി കമ്പ്യൂട്ടർ കൺട്രോൾ ആണ്. ഓക്കെ, സോ അക്കോർഡിംഗ് ടു അവർ പാറ്റേൺ ഇലക്ട്രോൺ ബീം ഈസ് ഓൺ ഓർ ഓഫ്.
സോ ഇലക്ട്രോൺ ബീം ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഈ മെക്കാനിക്കൽ ബെഞ്ച് മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ്. അപ്പൊ നമുക്ക് പാറ്റേൺ എപ്പോഴാണോ എക്സ്പോസ് ചെയ്യേണ്ടത് ആ ഒരു റീജിയൻ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ബീം ഓൺ ചെയ്യും. ദാറ്റ് ഈസ് ആ ഒരു പെർട്ടിക്കുലർ റീജിയനിലുള്ള ഫോട്ടോ റെസിസ്റ്റ് എന്ത് ചെയ്യും, എക്സ്പോസ് ടു ഇലക്ട്രോൺ ബീം. ദാറ്റ് ഈസ് അതിന്റെ പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആ ഒരു പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ നമ്മുടെ വെർച്വൽ ഡയമെൻഷൻ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇലക്ട്രോൺ ബീം ഓഫ് ചെയ്യും. ഓക്കെ, സിമിലർലി നമ്മുടെ കംപ്ലീറ്റ് പാറ്റേൺ ഡയറക്ട്ലി എന്ത് ചെയ്യും, ആ ഒരു ഫോട്ടോ റെസിസ്റ്റിലേക്ക് റൈറ്റ് ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, അതാണ് നമ്മളിവിടെ മാസ്ക് വേണ്ടെന്നല്ല. നമ്മൾ നേരത്തെ മാസ്ക് വെച്ചിട്ട് ലൈറ്റ് പാസ് ചെയ്യായിരുന്നു ചെയ്തിരുന്നത് അല്ലെ. ഇവിടെ നമുക്ക് മാസ്കിന്റെ ആവശ്യമില്ല, ഡയറക്റ്റ് റൈറ്റിംഗ് ആണ്. അക്കോർഡിംഗ് ടു അവർ പാറ്റേൺ എന്ത് ചെയ്യും, ഇലക്ട്രോൺ ബീംസ് ആ റീജിയനിലേക്ക് ഫോക്കസ് ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് ഫോട്ടോ റെസിസ്റ്റ് ആണ് യൂസ് ചെയ്തതെങ്കിൽ ആ ഇലക്ട്രോൺ ബീം ഫോക്കസ് ചെയ്ത പാർട്ടിൽ എന്തായിട്ടുണ്ടാവും, ദീസ് റെസിസ്റ്റ് ബിക്കം സോഫ്റ്റൻഡ്. അപ്പൊ ഞാനിപ്പോ പറഞ്ഞ പോലെ ഈ ഒരു പാറ്റേൺ ആണെങ്കിൽ ഈ ഒരു റീജിയനിൽ, ഈ രണ്ട് റീജിയനിലും എന്തായിരിക്കും, ഈ രണ്ട് റീജിയനിലുള്ള റെസിസ്റ്റ് സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ബാക്കിയുള്ളിടത്ത് എന്തായിരിക്കും, ഈ റീജിയനിലൊന്നും ഇലക്ട്രോൺ ബീം ഫോളോ ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ, സോ അതെന്തായിരിക്കും, റിമെയിൻ അൺചേഞ്ച്ഡ്. ദെൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സോഫ്റ്റ് ആയിട്ടുള്ള പാർട്സ് റിമൂവ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട്, സോൾവെന്റ്സ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ റീജിയനിലുള്ള ഫോട്ടോ റെസിസ്റ്റ് റിമൂവ് ചെയ്യാം. സോ ദാറ്റ് യു ക്യാൻ പാറ്റേൺ ദ വേഫർ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് ഇസ് വൺ മോർ തിങ്. നമ്മളിപ്പം പറഞ്ഞ കാര്യങ്ങൾ അതിനകത്ത് ജസ്റ്റ് ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്യാണ്. ഫിഗർ ഓഫ് മെറിറ്റ്സ് ഓഫ് ലിത്തോഗ്രഫി പ്രോസസ്. ഫിഗർ ഓഫ് മെറിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പെർട്ടിക്കുലർ പ്രോസസ്സിന്റെ കംപ്ലീറ്റ് ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ അതിന്റെ എന്താ പറയാ, എഫക്റ്റീവ്നെസ് നമുക്ക് മെഷർ ചെയ്യാനുള്ള ആ ക്വാണ്ടിറ്റീസ് ആണ് ഫിഗർ ഓഫ് മെറിറ്റ് എന്ന് പറയുന്നത്. കറക്റ്റ് ആയിട്ട് ആ പ്രോസസ്സ് നടക്കുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെഷേഴ്സ്, ദാറ്റ് ഈസ് ഫിഗർ ഓഫ് മെറിറ്റ്. സോ ലിത്തോഗ്രഫിക് പ്രോസസ്സിന്റെ ഫിഗർ ഓഫ് മെറിറ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് റെസൊല്യൂഷൻ. റെസൊല്യൂഷൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഇറ്റ് ഡിഫൈൻ ദ മിനിമം ഫീച്ചർ സൈസ്. അതായത് നമുക്ക് ആ നമ്മുടെ വേഫറിലേക്ക് റൈറ്റ് ചെയ്യാൻ പറ്റുന്ന മിനിമം ഫീച്ചർ സൈസ് ഇസ് ദ റെസൊല്യൂഷൻ. അത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പം ഡിറ്റർമിൻ ചെയ്യുന്ന ഫീച്ചർ സൈസ്, അത് എത്രമാത്രം അക്യുറേറ്റ് ആയിട്ട് നമുക്ക് വേഫറിലേക്ക് പാറ്റേൺ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതും കൂടിയാണ് ഈ റെസൊല്യൂഷൻ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, സിംപ്ലി നിങ്ങൾ ഇറ്റ് ഡിഫൈൻ ദ മിനിമം ഫീച്ചർ സൈസ് ദാറ്റ് ക്യാൻ ബി റിട്ടേൺ ഓൺ ടു ദ വേഫർ. ഓക്കെ, ആൻഡ് ത്രൂപുട്ട് നേരത്തെ ഞാൻ പറഞ്ഞതാണ്, ഹൗ മെനി വേഫേഴ്സ് ക്യാൻ ബി പ്രോസസ്ഡ് ഇൻ എ ഗിവൺ ടൈം. ഒരു പെർട്ടിക്കുലർ ടൈമിൽ, യൂണിറ്റ് ടൈമിൽ നിങ്ങൾക്ക് എത്ര വേഫേഴ്സ് പ്രോസസ് ചെയ്യാൻ പറ്റും, ദാറ്റ് ഈസ് ത്രൂപുട്ട്. ആൻഡ് ഡെപ്ത് ഓഫ് ഫോക്കസ്. ഇഫ് ദർ ഇസ് ഗുഡ് ഡെപ്ത് ഓഫ് ഫോക്കസ്, അലൈൻമെന്റ് ബിക്കം ഈസിയർ. ദാറ്റ് ഈസ് നമുക്ക് ഇവിടെ വരുന്നത് ഇലക്ട്രോൺ ബീം ലിത്തോഗ്രഫിന്റെ കേസിൽ വരുമ്പോൾ ആ ബീം അലൈൻമെന്റ് ബിക്കം ഈസിയർ വെൻ ഡെപ്ത് ഓഫ് ഫോക്കസ് ഇസ് ഹൈ. അതേപോലെ സോ ഇത്രയാണ് അതിന്റെ ഫിഗർ ഓഫ് മെറിറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഇലക്ട്രോൺ ബീം ലിത്തോഗ്രഫിയാണ് റെസൊല്യൂഷൻ ഹൈ വരുന്നത്. ബട്ട് ഈ ത്രൂപുട്ട് കൺസിഡർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏകദേശം കണ്ടാൽ മനസ്സിലാവും, ഫോട്ടോ ലിത്തോഗ്രഫിക് പ്രോസസ് ആണെങ്കിൽ നമുക്ക് ഒരു പെർട്ടിക്കുലർ ടൈമിൽ കുറേയും കൂടെ വേഫേഴ്സ് പ്രോസസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു സിംഗിൾ വേഫർ തന്നെ എന്താണ് സ്കാൻ ചെയ്ത് വരണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. കാരണം അത് മൂവ് ചെയ്ത് നമ്മുടെ സ്കാൻ ഫീൽഡ് വളരെ ചെറുതാണ്. സോ ആ ഒരു വേഫർ തന്നെ എന്താണ് കംപ്ലീറ്റ് പാറ്റേൺ ചെയ്യണമെങ്കിൽ ഇറ്റ് ഈസ് ടൈം കൺസ്യൂമിങ്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ നോർമലി ഇലക്ട്രോൺ ബീം ലിത്തോഗ്രഫി അത്രയും യൂസ് ചെയ്യാത്തത്, ഫോട്ടോ ലിത്തോഗ്രഫിയാണ് കോമൺലി യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ മെയിൻലി ഈ ത്രൂപുട്ട് എന്തായിരിക്കും കമ്പയർഡ് ടു ഫോട്ടോ ലിത്തോഗ്രഫി, ഇലക്ട്രോൺ ബീം ലിത്തോഗ്രഫിന്റെ ത്രൂപുട്ട് ലോ ആയിരിക്കും. ഓക്കെ, കാരണം അവിടെ നമുക്ക് ആ മാസ്ക് ഓൾറെഡി ഫാബ്രിക്കേറ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുവാണെങ്കിൽ ഒരു വേഫറിന്റെ പാറ്റേണിങ് കംപ്ലീറ്റ് ഒരുമിച്ച് ചെയ്യാൻ പറ്റും. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ റീജിയൻ ആയിട്ട് നമ്മൾ സ്കാൻ ചെയ്ത് പോകണം. അപ്പൊ അതില് പിന്നെ നമ്മുടെ ഇലക്ട്രോൺ ബീം എത്ര നാരോ ആവുന്നോ അത്രയും ഇതിന്റെ അക്യുറസി കൂടും. ബട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് തന്നെ നമ്മുടെ സ്കാൻ ഫീൽഡ് ചെറുതായിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഒരുപാട് ടൈം എന്ത് ചെയ്യേണ്ടി വരും, ഒരു വേഫറിനെ പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം കൺസ്യൂമിങ് ആയിരിക്കും ഈ ഇലക്ട്രോൺ ലിത്തോഗ്രഫി പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ ആ ഒരു ഓട്ടോമേഷൻ കമ്പ്യൂട്ടർ കൺട്രോൾ ആണ്. ഓക്കെ, അപ്പൊ കംപ്ലീറ്റ് അതൊരു ഒരു പ്രോസസ്സ് ഫുൾ കൺട്രോൾ ചെയ്യുന്നതും കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് ആണ് കമ്പയർഡ് ടു ഫോട്ടോ ലിത്തോഗ്രഫി ആണ്. സോ മെയിൻലി നമ്മൾ ലിത്തോഗ്രഫിയിൽ രണ്ട് പ്രോസസ് ഉണ്ടെങ്കിലും കോമൺലി യൂസ് ചെയ്യുന്നത് ഫോട്ടോ ലിത്തോഗ്രഫി ആണ്. ഓക്കെ, നെക്സ്റ്റ് പ്രോസസ് ഈസ് എച്ചിങ്.
എച്ചിങ് ആക്ച്വലി ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോസസ് അല്ല, ഈ ലിത്തോഗ്രഫിയിൽ അസോസിയേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഓക്കെ, ഇപ്പൊ എച്ചിങ് എന്ന് പറഞ്ഞാല് റെഫേഴ്സ് ടു റിമൂവൽ ഓഫ് മെറ്റീരിയൽ ഫ്രം ദ വേഫർ സർഫേസ്. ഓക്കെ, അത് നമ്മളിപ്പം ലിത്തോഗ്രഫിയിൽ കണ്ടു. ലിത്തോഗ്രഫിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫോട്ടോ റെസിസ്റ്റ് യൂസ് ചെയ്തിട്ട് പിന്നെ ഒരു പെർട്ടിക്കുലർ റീജിയൻ സെലക്ട് ചെയ്തു, ആ ഫോട്ടോ റെസിസ്റ്റ് റിമൂവ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇപ്പൊ സോഫ്റ്റനായ പാർട്ട് റിമൂവ് ചെയ്യും, ചിലപ്പോൾ ഹാർഡൻ ആവുക ചെയ്യുന്നുണ്ടെങ്കിൽ ഹാർഡായ പാർട്ട് അവിടെ റിമെയിൻ ചെയ്തിട്ട് ബാക്കിയുള്ള പാർട്സ് റിമൂവ് ചെയ്യും. അപ്പൊ നമ്മുടെ അൺവാണ്ടഡ് ആയിട്ട് വേഫർ സർഫേസിൽ വരുന്ന പാർട്സ് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, എച്ചിങ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ആക്ച്വലി ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ് അല്ല, ഇറ്റ് ഇസ് എ പാർട്ട് ഓഫ് ലിത്തോഗ്രഫി. കാരണം ലിത്തോഗ്രഫിയിലാണ് നമ്മൾ പാറ്റേൺ ചെയ്യുന്നത്. ഈ പാറ്റേൺ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് വരേണ്ടി, ഈ സർഫസിൽ നിന്ന് ചില പാർട്സ് റിമൂവ് ചെയ്യേണ്ടി വരുന്നത്. നിങ്ങൾ ആ ഫോട്ടോലിത്തോഗ്രഫിക് സീക്വൻസിന്റെ ആ ലാസ്റ്റോട്ടുള്ള സ്റ്റെപ്സ് ഒന്ന് ആലോചിച്ച് നോക്കുക. അതിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഫോട്ടോറെസിസ്റ്റ് ലെയർ നമ്മൾ ഈ സോഫ്റ്റൻ ചെയ്ത പാർട്ട് റിമൂവ് ചെയ്യുന്നുണ്ട്, അതേപോലെ സിലിക്കൺ ഡയോക്സൈഡ് റിമൂവ് ചെയ്യേണ്ടി വരുന്നുണ്ട് അല്ലെ. ഞാൻ സ്ലൈഡ് കാണിക്കണോ? ഇതിനകത്ത് ഡയഗ്രം ഇല്ലേ കയ്യില്? ഇതിലൊക്കെ നമ്മൾ ആ ഒരു എച്ചിങ് പ്രോസസ്സ് പറഞ്ഞിട്ടുണ്ട് അല്ലെ. കാരണം ഇവിടെ നമ്മൾ ആ ഫോട്ടോറെസിസ്റ്റ് ലെയർ പാറ്റേൺ ചെയ്തു, പാറ്റേൺ ചെയ്തിട്ട് ആ റീജിയനിലെ ഫോട്ടോറെസിസ്റ്റ് റിമൂവ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഈ ഒരു ഡയഗ്രത്തിൽ ഈ ഒരു ഫോട്ടോറെസിസ്റ്റ് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ സിലിക്കൺ ഡയോക്സൈഡ് കണ്ടോ, ഇവിടെ സിലിക്കൺ ഡയോക്സൈഡ് ഉണ്ടായിരുന്നു. നെക്സ്റ്റ് എച്ചിങ് പ്രോസസ്സ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സിലിക്കൺ ഡയോക്സൈഡ് റിമൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് നമ്മുടെ ഈ ഫോട്ടോറെസിസ്റ്റ് ലെയർ എന്ത് ചെയ്യും, റിമൈനിങ് സിലിക്കൺ ഡയോക്സൈഡിനെ പ്രൊട്ടക്ട് ചെയ്യും. ഈ റീജിയനിലുള്ള മാത്രം സിലിക്കൺ ഡയോക്സൈഡിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെ വേഫർ സർഫസിൽ നമ്മൾ സെലക്റ്റീവ് ആയിട്ട് മെറ്റീരിയൽസ് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, എച്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, എച്ചിങ് എന്ന് പറഞ്ഞാല് ആക്ച്വലി ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് അവർ ലിത്തോഗ്രഫിക് പ്രോസസ്. ഓക്കെ, ലിത്തോഗ്രഫിക് പ്രോസസ്സിൽ പാറ്റേൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, we have to select specific areas from the wafer from which material is to be removed. Okay, മെറ്റീരിയൽ റിമൂവ് ചെയ്യാൻ ഒരു പെർട്ടിക്കുലർ റീജിയൻ നിങ്ങൾ സെലക്ട് ചെയ്യും, ഏരിയസ് സെലക്ട് ചെയ്യും, അവിടെ നിന്ന് എന്ത് ചെയ്യും, മെറ്റീരിയൽസ് റിമൂവ് ചെയ്യണം. So associated with lithography we have etching process. Okay, so etching refers to the removal of material from the wafer surface. It is usually combined with lithography in order to select specific areas on wafer from which material is to be റിമൂവ്ഡ്. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ നമ്മൾ അവിടെ പാറ്റേൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചില റീജിയൻസ് റിമൂവ് ചെയ്യേണ്ടി വരും. അപ്പൊ ആ റിമൂവിംഗ് പ്രോസസ് ആണ് ആക്ച്വലി എച്ചിങ് എന്ന് പറയുന്നത്. സോ ജനറലി വി ക്യാൻ സേ എച്ചിങ് കൺസിസ്റ്റ് ഓഫ് 3 പ്രോസസ്സസ്. ഇത് ജനറൽ ആയിട്ട് പറയാണ് എച്ചിങ് എന്ന് പറയുന്ന പ്രോസസ്സ്. അതിൽ 3 പ്രോസസ് ആയിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. വൺ ഇസ് മാസ് ട്രാൻസ്പോർട്ട് ഓഫ് റിയാക്ടൻസ് ത്രൂ എ ബൗണ്ടറി ലെയർ ടു ദ സർഫസ് ടു ബി എച്ച്ഡ്. അപ്പൊ ഈ എച്ച് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ആലോചിച്ചോ, നമ്മുടെ ആ ഒരു വേഫറിന്റെ മേലെ സിലിക്കൺ ഡയോക്സൈഡ് ഉണ്ടാവും, ഫോട്ടോറെസിസ്റ്റ് ലെയർ ഉണ്ട്. അപ്പൊ അതിനകത്ത് എച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആ റീജിയൻ മാത്രം സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ. ഫോർ എക്സാമ്പിൾ ഒരു ഫോട്ടോറെസിസ്റ്റ് ലെയർ ആണെങ്കിൽ നിങ്ങൾ പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് എച്ച് ചെയ്യേണ്ട പാർട്ട് മാത്രം സോഫ്റ്റ് ആയിരിക്കും അല്ലെ, ബാക്കിയെല്ലാം ഹാർഡ് ആയിരിക്കും. അപ്പൊ ആ സോഫ്റ്റൻ ചെയ്ത് ആ ഒരു പെർട്ടിക്കുലർ മെറ്റീരിയൽ സൊല്യബിൾ ആവുന്ന അല്ലെ, അല്ലെങ്കിൽ റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു സൊല്യൂഷനാണ് നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു ഫോട്ടോറെസിസ്റ്റ് റിമൂവ് ചെയ്യാൻ ലെയർ റിമൂവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സൊല്യൂഷൻ ആയിരിക്കൂല സിലിക്കൺ ഡയോക്സൈഡ് ലെയർ റിമൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു പോയിന്റ് ഓർക്കുക. നമുക്ക് ഏത് മെറ്റീരിയൽ ആണോ റിമൂവ് ചെയ്യേണ്ടത് അതുമായിട്ട് റിയാക്ട് ചെയ്ത് റിമൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതായിരിക്കും ഈ പറയുന്ന റിയാക്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ജനറൽ ആയിട്ട് പറയാണ്, സ്പെസിഫിക് ആയിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് കാണാം. ജനറലി വി ക്യാൻ സേ മാസ് ട്രാൻസ്പോർട്ട് ഓഫ് റിയാക്ടൻസ്. അപ്പൊ ഈ റിയാക്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമുക്ക് റിമൂവ് ചെയ്യേണ്ട പാർട്ട് ആ മെറ്റീരിയലുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റണം, റിമൂവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മളൊരു സൊല്യൂഷനിലാണ് കളയുന്നതെങ്കിൽ അത് സൊല്യബിൾ ആയിട്ടുള്ള ആ ഒരു പെർട്ടിക്കുലർ മെറ്റീരിയൽ, നമുക്ക് എച്ച് ചെയ്യേണ്ട പാർട്ടിലുള്ള മെറ്റീരിയൽ സൊല്യബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കെമിക്കൽ റിയാക്ഷൻസ് ആണെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ മെറ്റീരിയൽ റിയാക്ട് ചെയ്ത് നമുക്ക് അതിന്റെ ബൈ പ്രൊഡക്ട്സ് റിമൂവ് ചെയ്യാൻ പറ്റണം ഈ സർഫസിൽ നിന്ന്. ഓക്കെ, അങ്ങനെയുള്ള മെറ്റീരിയൽസ് ആണ് എന്തായിട്ട് യൂസ് ചെയ്യുന്നത്, റിയാക്ടൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് മാസ് ട്രാൻസ്പോർട്ട് ഓഫ് റിയാക്ടൻസ് ടു ദ സർഫസ് ടു ബി എച്ച്ഡ്. സോ ഇവിടെ നിങ്ങൾക്ക് ഈ ഡയഗ്രത്തിൽ കാണിച്ചിട്ടുണ്ട്, വി ഹാവ് എ സബ്സ്ട്രേറ്റ് ആൻഡ് അപ്പോൺ വിച്ച് വി ഹാവ് എ ഫിലിം. ജസ്റ്റ് ഇവിടെ ഫിലിം എന്ന് മാത്രം ജനറലി കാണിച്ചു തന്നത്. ദാറ്റ് ക്യാൻ ബി സിലിക്കൺ ഡയോക്സൈഡ് ഓർ ദാറ്റ് ക്യാൻ ബി ഫോട്ടോറെസിസ്റ്റ് ലെയർ. അപ്പൊ നമുക്ക് റിമൂവ് ചെയ്യേണ്ട ഒരു ലെയർ അവിടെ ഉണ്ടെന്ന് വിചാരിക്കാം. അതിൻ്റെ അകത്ത് ഏതെങ്കിലുമൊക്കെ പാർട്ട് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഈ റിയാക്ടൻസ് ഇവിടെ യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്ന റിയാക്ടൻസ്, സോ ദാറ്റ് റിയാക്ടൻസ് മോളിക്യൂൾസ് ആർ ട്രാൻസ്പോർട്ടഡ് to the surface to be etched. Okay, then reaction, second step is reaction between reactants and the film.
ഓക്കെ, നമ്മൾ പാസ് ചെയ്യുന്ന മെറ്റീരിയലും നമ്മുടെ സർഫസിൽ നമുക്ക് റിമൂവ് ചെയ്യേണ്ട മെറ്റീരിയലും ദാറ്റ് വിൽ റിയാക്ട് at the surface. Then mass transport of reactant products from the surface through the boundary layer. That is അവിടെ റിയാക്ടൻസിന്റെ റിസൾട്ട് ആയിട്ടുണ്ടാകുന്ന പ്രൊഡക്ട്സ് എന്ത് ചെയ്യണം, ഈ സർഫസിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദിസ് ഈസ് ദ ജനറൽ പ്രോസസ് ഓഫ് എച്ചിങ്. ജനറലി നമുക്ക് ഇത്രയാണ് എച്ചിങ്ങിന്റെ കാര്യം പറയാൻ പറ്റുന്നത്. സോ നിങ്ങൾക്ക് ഏതെങ്കിലും റിയാക്ടൻസ് സർഫസിലേക്ക് പാസ് ചെയ്യും, ദർ ഇറ്റ് വിൽ കെമിക്കലി റിയാക്ട് ടു പ്രൊഡ്യൂസ് വേറെ എന്തെങ്കിലും റിയാക്ഷൻ പ്രൊഡക്ട്സ് ഉണ്ടാവും. ദെൻ ദാറ്റ് പ്രൊഡക്ട്സ് ഈസ് റിമൂവ്ഡ് ഫ്രം ദ സർഫസ്. യൂഷ്വലി ബൈ യൂസിങ് ഡിഫ്യൂഷൻ ആണ്. ഡിഫ്യൂഷൻ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, റിയാക്ടൻസ് പാസ് ചെയ്യുന്നതും ബൈ പ്രൊഡക്ട്സ് റിമൂവ് ചെയ്യുന്നതും ഒക്കെ ഡിഫ്യൂഷൻ ആണ്. ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഹൈ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ ഉള്ള മൂവ്മെന്റ് ആണ്. അപ്പൊ ഈ റിയാക്ടൻസ് ഇവിടെ നിങ്ങൾ പ്ലേസ് ചെയ്താൽ തന്നെ എന്തായിക്കോളും, കോൺസെൻട്രേഷൻ സർഫസിൽ കുറവായതുകൊണ്ട് അങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. അതുപോലെ ബൈ പ്രൊഡക്ട്സ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് സറൗണ്ടിങ്ങിൽ ആ ബൈ പ്രൊഡക്ട്സിന്റെ കോൺസെൻട്രേഷൻ കുറവായിരിക്കും. അപ്പൊ എന്ത് ചെയ്യും, അത് സറൗണ്ടിങ്ങിലേക്ക് പാസ് ചെയ്തോളും. ഓക്കെ, സിംപ്ലി എച്ചിങ് എന്ന് പറഞ്ഞാൽ ഇൻ ഓർഡർ ടു റിമൂവ് ദ മെറ്റീരിയൽ ഫ്രം ദ വേഫർ സർഫസ്. ഓക്കെ, so for that we are transporting some reactants to the surface to be etched, and chemical reaction takes മിസ് place on the surface. ഹലോ എന്താ ചന്ദ്രലേഖ? മിസ്, മിസ് ഇങ്ങനെ ചെയ്യുമ്പോൾ പറഞ്ഞോ. പുറത്തുനിന്ന് എന്തെങ്കിലും ഫോഴ്സ് കിട്ടുന്ന പോലെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അതാന്ന് പറഞ്ഞാൽ ഡിഫ്യൂഷൻ മാത്രം മതി നമുക്ക്. ഓക്കെ, അതായത് പിന്നെ ബൈ ഡിഫ്യൂഷൻ ആണ്, ആ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് കൊണ്ട് എന്ത് ചെയ്യും, ഈ മോളിക്യൂൾസ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. പിന്നെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനുള്ള ഒരു ചെയ്യാനുള്ള ഒരു അറേഞ്ച്മെന്റ് അവിടെ ഉണ്ടാവും, ഒരു ചേംബറോ അങ്ങനെയുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാവും. അതിന്റെ ഉള്ളിലേക്കായിരിക്കും നമ്മൾ പാസ് ചെയ്യുന്നുണ്ടാവുക. അതായത് ഓപ്പൺ എയറിലല്ല ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവുക. ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള എനിക്ക് അങ്ങോട്ടേക്കുള്ള ടൈപ്സ് അറേഞ്ച്മെന്റ്സ് വരുന്നുണ്ട്. അപ്പൊ അതുപോലെ ഒരു ക്ലോസ്ഡ് അറേഞ്ച്മെന്റ് ഉണ്ടാവും, അതിനകത്തേക്കാണ് ഇത് പാസ് ചെയ്യുന്നത്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഉണ്ട് ചില ഇതിലിപ്പോ നമുക്ക് കുറെ ടൈപ്സ് ഉണ്ട്. അതിനകത്ത് പിന്നെ പ്ലാസ്മ അറ്റ്മോസ്ഫിയറിലൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ അങ്ങനെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാക്വം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യും. അത് നമുക്ക് ഓരോ ടൈപ്പ് വരുമ്പോൾ പറയാം ഓരോന്ന് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. ഇതിപ്പം ഒരു ജനറൽ കൺസെപ്റ്റ് മാത്രം പറഞ്ഞതാണ്. അതായത് നമ്മൾ റിയാക്ടൻസ് പാസ് ചെയ്യും, അവിടെ റിയാക്ഷൻ നടക്കും, ബൈ പ്രൊഡക്ട്സ് റിമൂവ് ചെയ്യും. വേഫർ അപ്പൊ വേഫർ സർഫസിലുള്ള ഇതുപോലുള്ള നമുക്ക് റിമൂവ് ചെയ്യേണ്ട മെറ്റീരിയൽസ് റിമൂവ് ചെയ്യുന്ന ജനറലി എച്ചിങ് എന്താണെന്നാണ് പറഞ്ഞത്. ചന്ദ്രലേഖ പറഞ്ഞ കുറെ അതിനിടയിൽ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. അത് നമുക്ക് ഓരോ ടൈപ്പ് വരുമ്പോഴും എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് എന്നൊക്കെ പറയാം. ഓക്കെ, സോ ദാറ്റ് ഇസ് ജനറലി എച്ചിങ്. ഓക്കെ, അതിൽ ഈ ടൈപ്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, ഡിഫറെന്റ് ടൈപ്സ് പഠിക്കാനുണ്ട്. അത് ഞാൻ പറയാം. അതിന് മുന്നേ നമുക്ക് ഇതിന്റെ ഫിഗർ ഓഫ് മെറിറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് എച്ചിങ്ങിന്റെ പ്രോസസ്സ് ചെയ്യുമ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് കറക്റ്റായിട്ട് അത് കറക്റ്റായിട്ട് പ്രോസസ്സ് നടക്കുന്നുള്ളത് മെഷർ ചെയ്യാനുള്ള കുറച്ച് ക്വാണ്ടിറ്റീസ്, അതാണ് ഫിഗർ ഓഫ് മെറിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഫിഗർ ഓഫ് മെറിറ്റ് ആദ്യം ഒന്ന് ഡിഫൈൻ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എച്ചിങ് ഉണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഓരോന്നിലും പല രീതിയിലാണ് ചെയ്യുന്നത്. ഇപ്പം പറഞ്ഞത് ജനറൽ ആയിട്ടുള്ള കാര്യമാണ്. ജസ്റ്റ് നമ്മൾ പാസ് ചെയ്യും, റിയാക്ട് ചെയ്യും, ബൈ പ്രൊഡക്ട്സ് റിലീസ് ചെയ്യുന്നുള്ള കാര്യം ജനറലി പറഞ്ഞ കാര്യമാണ്. പിന്നെ ഇതിൽ ഈ ഒരു ഫിഗർ ഓഫ് മെറിറ്റ്സ് ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ടൈപ്സ് പഠിക്കാനുണ്ട്. ഇപ്പൊ ഒരു 3 ടൈപ്സ് എച്ചിങ് പ്രോസസ് ഉണ്ട്. അപ്പൊ അതിൽ ഓരോന്നിലും എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, സോ ഇപ്പൊ ടൈം ആയില്ല, നമുക്ക് ബാക്കി കാര്യങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണോ? ഇത്രയും പറഞ്ഞത് എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ, അറ്റൻഡൻസ്